ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ബി ഫോർ ബേബീസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് മിക്സിൻ്റെ റെസിപ്പിയാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 8-9 മാസമായ കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രഗ്നൻറ്റ് ലേഡീസിനും ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാർക്കൊക്കെ ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാരെയും പ്രഗ്നൻറ്റ് ലേഡീസിനെയൊക്കെ പറയുന്നതിന് മെയിൻ കാരണം ഈ 3 കാറ്റഗറിയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യം. ഒന്നുകിൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വയറിനുള്ളിലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഫീഡിങ് ടൈമിൽ ഫീഡ് ചെയ്യുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം കിട്ടണം. പിന്നെ കുഞ്ഞുങ്ങൾക്കും ഇതെല്ലാം കിട്ടണം. കാരണം അവരാണ് പെട്ടെന്ന് വളരുന്നത്, അവർക്കാണ് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് റൈസ് ആണ്. ബ്ലാക്ക് റൈസിനെ ഫോർബിഡൻ റൈസ് എന്നൊക്കെയാണ് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഫോർബിഡൻ മീൻസ് നിഷിദ്ധമായിട്ടുള്ള അരി. പണ്ട് കാലങ്ങളിലൊക്കെ ചൈനയിലൊക്കെ ഈ അരി എന്ന് പറയുന്നത് ഈ കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ ആ ഒരു ഫാമിലിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇതിനങ്ങനെ ഒരു പേര് വന്നത്. കാരണം ഇത് അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു അരിയാണ്. കൊട്ടാരത്തിലുള്ളവർ മാത്രം കഴിച്ചാൽ മതി, മറ്റുള്ളവർക്കൊന്നും അങ്ങനെ കിട്ടണ്ട എന്നുള്ള ഒരു സെൽഫിഷ് മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു നിയമം വന്നതും. പിന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മണിപ്പൂർ, ആസാം, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ അവിടെയൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് തമിഴ്നാട്ടിലും പിന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ വയനാടും പാലക്കാടിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം വാങ്ങിയത് ഫുൾ കല്ലൊക്കെ ആയിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ഇതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത്രയും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. ഈ ബ്ലൂബെറി, ബ്ലാക്ക് ബെറിയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് പോലെ തന്നെ അത്രയും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അത്രയും ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ്. പ്രോട്ടീൻ സോഴ്സ് വളരെ കൂടുതലാണ്. അയണും സിങ്കും മഗ്നീഷ്യം ഒക്കെ കൂടുതലാണ്. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീയും ആണ്. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ആണെങ്കിൽ ഫോളേറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അയൺ റിച്ച് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും നല്ലതാണ് പ്രഗ്നൻറ്റ് ലേഡീസിന്. പിന്നെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഹെൽത്ത് മിക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പാലും മധുരത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കുറുക്കി കൊടുക്കാം. വലിയവർക്ക് ചോറുണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നതാണ്. കാരണം അതിനകത്ത് ചെറിയൊരു ഔഷധ കഞ്ഞിയുടെ അങ്ങനത്തെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കഞ്ഞിയാക്കി കുടിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബ്ലാക്ക് റൈസ് 3-4 വെള്ളം നന്നായിട്ട് കഴുകി, ആദ്യം ഒന്ന് നോക്കണം കേട്ടോ, കല്ലൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി നന്നായിട്ട് കഴുകി സ്ട്രെയിനറിൽ വെച്ചേക്കാണ്. ഇതിന് വെള്ളം വാർന്ന് പോയതിന് ശേഷം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുക്കണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അടുത്തതും ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റെഡ് ജോവർ, സോഗം എന്നൊക്കെ പറയും. ഇത് തമിഴ്നാട് വഴി നമ്മളൊരു ട്രിപ്പ് പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ഇടയ്ക്കാണ് ഞാൻ ഈ ഇത് മില്ലറ്റിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പം ഞാനിത് കൃഷി ചെയ്തേക്കുന്ന കുറേ കണ്ടായിരുന്നു. അപ്പം ഞാൻ പുതിയതായിട്ടാണ് ഇങ്ങനെ ഒരു അത്രയും ഡാർക്ക് കളറിൽ ഒരെണ്ണം നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ കാറിൽ വെച്ച് ഒത്തിരി ചർച്ചകൾ നടന്നു. ഇതെന്താണെന്ന് കുറേ പേര് പറഞ്ഞു റാഗിയാണെന്ന്. നമ്മളെ കയ്യിലൊന്നും ഉള്ള ഗ്രെയിനോ മില്ലറ്റ്സോ ഒന്നും അല്ലെന്ന് എനിക്ക് അപ്പോഴും തന്നെ തോന്നിയായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ പോയപ്പോഴാണ് ഇതുപോലെ ഇതിങ്ങനെ വിളവെടുത്ത് ഇതുപോലെ കൂട്ടിയിട്ടിട്ട് അവരിങ്ങനെ ഉണക്കുകയോ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ അവിടെ പോയി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സോളം എന്നോ അങ്ങനെ എന്തോ ചോളം അതുപോലെയാണ് പറഞ്ഞത്. അവരുടെ ലാംഗ്വേജിൽ അവർ പറഞ്ഞതായിരിക്കും. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. മമ്മി കുറച്ച് കയ്യിലെടുത്ത് വന്നിട്ട് നമ്മളങ്ങ് വന്നു. പിന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണെന്നും അവിടെയൊക്കെ മെയിനായിട്ട് ഇത് പുട്ടുണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കഴുകി ഉണക്കി റോസ്റ്റ് ചെയ്തിട്ട് പൗഡറാക്കി വെച്ചിട്ട് പുട്ടുണ്ടാക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് നമുക്കിത് ഹെൽത്ത് മിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് മനസ്സിലായത്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി അതും സ്ട്രെയിനറിൽ വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉണക്കിയെടുക്കണം. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അത്രയും ഫൈബർ റിച്ച് ആയിട്ടുള്ളതാണ്. വൈറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നല്ലൊരു എനർജി സോഴ്സും ആണ്. ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കും. ഫൈബർ ഉള്ളതുകൊണ്ട് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളതുമാണ്. ഈ ഒരു കളറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ചെറുപയറാണ്. അത് നന്നായിട്ട് കഴുകി ഒരു 8 മണിക്കൂർ കുതിർത്ത് നമ്മൾ തുണിയിൽ കിഴികെട്ടി വെച്ച് മുളപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചും കൂടി ഹെൽത്തി ആക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രോട്ടീനൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ഇത് മെയിനായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 280 ഗ്രാം ചെറുപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് അരിയുടെ പകുതി റെഡ് ജോവർ, അതിൻ്റെ പകുതി ചെറുപയർ, ആ ഒരു കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ട് കഴുകി ഉണക്കി ഡ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നോർമലി ഇത് ഈ കളറിലാണ് ഇരിക്കുന്നത്. ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ ഒരു റെഡ് കളറിലോട്ട് വന്നിട്ടുണ്ട്, ഒരു റെഡ് റൈസിൻ്റെ കളറിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ബ്ലാക്ക് റൈസ് ആണ് കേട്ടോ. അത് കാണിക്കാനാണ് ഞാൻ ആദ്യം ഈ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് കാണിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണം. ഇരുമ്പിൻ്റെ ചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ ഇങ്ങനെ വറുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അടികട്ടിയുള്ള പാത്രമൊക്കെയാണ് കേട്ടോ നല്ലത്. നോൺ സ്റ്റിക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് വറുത്തെടുക്കണം. നോർമലി നമ്മൾ വറുക്കുന്ന അരി പോലെ അങ്ങനെ ഒത്തിരി വലിയ
സൈസായിട്ടൊന്നും വരത്തില്ല. ഇതങ്ങനെ വരത്തില്ല. അത്രയും നമ്മളങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നന്നായിട്ട് അത് ചൂടാകുന്ന സമയത്ത് അരി തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം 5-10 മിനിറ്റ്. അരി ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു വറുത്ത മണമൊക്കെ വരും. പൊട്ടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് റെഡ് ജോവർ വറുത്തെടുക്കാം. ഇത് ഞാൻ ഉണക്കിയ സമയത്ത് പെട്ടെന്ന് മഴ വന്നപ്പോൾ എടുത്തിട്ട് കുറച്ച് മിക്സ് ആയിപ്പോയി പയറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പയർ കിടക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാമെന്നാണ് കരുതുന്നത്. കാരണം ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുടിക്കത്തില്ല. അപ്പോൾ ഇടയ്ക്ക് മാറ്റിയൊക്കെ ട്രൈ ചെയ്യാനായിട്ടാണ്. പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ അത്രയും ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഓരോ ഗ്രെയിനിനും ഓരോ മില്ലറ്റിനും ഒക്കെ ഓരോ വേവാണ്. അപ്പോൾ വറുത്ത് വരുന്ന സമയം പ്രത്യേകിച്ച് ചെറുപയറൊക്കെ മുളപ്പിച്ചതാണെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറച്ച് ടൈം എടുത്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു കളർ ചേഞ്ച് വരും. പൊട്ടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇത് പൊട്ടുമ്പോൾ പോപ്കോൺ ഇല്ല അതുപോലെ ഇങ്ങനെ പൊട്ടി വരുന്ന ഇതാണ്. ടൈം കിട്ടുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് പോപ്കോൺ ഉണ്ടാക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയിടാം കേട്ടോ. കുഞ്ഞായിട്ടാണ് ഇങ്ങനെ പോപ്പ് ചെയ്ത് വരുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചോളും. അപ്പോൾ അത് ട്രൈ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചെറുപയർ മുളപ്പിച്ചത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനകത്ത് കുറച്ച് റെഡ് ചോറും കൂടി മിക്സ് ആയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. അപ്പോൾ നന്നായിട്ട് അതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുപയറൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് ഒത്തിരി കൂടും. വൈറ്റമിൻസും മിനറൽസും ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ആവും എന്നാണ് പറയുന്നത്. ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് നടക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡൈജഷൻ ഒക്കെ നന്നായിട്ട് നടക്കും. ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂടും. പിന്നെ ഈ എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കമ്പാരിറ്റീവ്ലി ഈ സ്പ്രൗട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. ഒത്തിരി ചൂടിൽ നമുക്ക് വറുക്കാനും പറ്റത്തില്ല. എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ടൈം എടുത്ത് തന്നെ വറുക്കണം, എന്നാലേ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടുകയുള്ളൂ. ഒരു ക്രിസ്പിനെസ് വരണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സ് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഹെൽത്ത് മിക്സിൽ അങ്ങനത്തെ ഐറ്റംസ് പൗഡർ ഫോമിലൊക്കെ ആക്കി നട്ട് ബട്ടറിലൊക്കെയാണ് ഇവിടെ ആകെ ഈ ഒരു ബദാം പോകുന്നത്. അതുകൊണ്ട് ബദാം ഞാനിവിടെ കൂടുതൽ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സ് എടുക്കാം. ഒരു ഏകദേശം ഒരു 100 ഗ്രാം അളവിലോളം എല്ലാ നട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സും എടുക്കാം. ബദാമിലാണെങ്കിൽ ഒത്തിരി വൈറ്റമിൻ ഇയും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വാൾനട്ടിൽ omega-3 റിച്ച് ആയിട്ടുള്ളതാണ്. കാഷ്യൂനട്ടിലാണെങ്കിൽ അയണും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇമ്മ്യൂണിറ്റി കൂട്ടും. അതായത് ഹെൽത്തി
ഗ്രോത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ നട്ട്സ് എന്ന് പറയുന്നത്. ഹെൽത്തി ഫാറ്റ് റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നട്ട്സ് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തണുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ അധികം മിക്സി ചൂടാകാത്ത രീതിയിൽ ഒരു ഇൻ്റർവെല്ല് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഫൈൻ പൗഡർ ആക്കണമെങ്കിൽ ആക്കാം. ഞാനിവിടെ ഒരു ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല. ഇസാക്കും കൂടി കൊടുക്കാനായിട്ട് കുറച്ച് ഫൈബർ റിച്ച് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇവാക്കാണെങ്കിലും 1.5 വയസ്സായി. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇവിടെ ഇസായും കൂടി അരിക്കാനൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അവരും കൂടി ചെയ്തെടുക്കുന്ന റെസിപ്പി ആണെങ്കിൽ കഴിക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവൾക്ക് അരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് 2 വലിയ ടേബിൾ സ്പൂണിന് 1 കപ്പ് വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് എടുക്കുന്നത്. വെള്ളം അല്ലെങ്കിൽ പാൽ. ഇപ്പോൾ പാൽ ചേർത്തിട്ടുള്ള കളറാണ് ഇത്, ഒരു പിങ്ക് കളറിലായിരിക്കും. അപ്പോൾ പാൽ ഒഴിക്കാതെയൊക്കെയാണ്, അപ്പോൾ വെള്ളത്തിലാണ് ഇത് കുറുക്കിയെടുക്കുന്നതെങ്കിൽ ഈ ഒരു കളറിലൊക്കെയാണ് കിട്ടിയത്. ഇതൊരു ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കിട്ടിയിരിക്കുന്നത്. ആ ബ്ലാക്ക് റൈസിൻ്റെ കളറാണ് ഏറ്റവും അത് കൂടുതലായിട്ട് നിൽക്കുന്നത്. അത് തന്നെയാണല്ലോ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്തത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു യുണീക്ക് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.